As part of our Golden Jubilee Lecture Series, we were honored to host two eminent personalities from the world of literature. M. Mungandan, an acclaimed novelist, and P. K. Rajashekharan, a distinguished literary critic. Here are some highlights from the memorable occasion. This session was especially significant as it marked 50 years of M. Mungandan's iconic novel Mayazhipuzhayude Theerangalil. നിങ്ങളുടെ സ്കൂൾ 50 വർഷം പൂർത്തിയാക്കുകയാണ്. ഒരു വലിയൊരു കാല അളവാണിത്. ഇതിനിടയിൽ ഈ സ്കൂൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല സ്കൂളിൽ ഒന്നാണ് ഇത്. അതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. ഇവിടെ പഠിച്ചിറങ്ങുന്ന കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ മുതിർന്നു വലിയ ആളുകളായി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അപ്പോൾ ഒരു വിദ്യാലയം നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹം അതാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ് നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. വലിയൊരാഗ്രഹമാണ്, പക്ഷേ നടക്കില്ല. ആ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വീണ്ടും കുട്ടിയാകുവാനാണ്. വീണ്ടും ഒരു കുട്ടിയായി നിങ്ങളുടെ കൂടെ അവിടെ ഇരിക്കണം. നിങ്ങളിപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് അവിടെ ഇരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന, നമ്മൾ വിദ്യാലയത്തിൽ പോകുന്ന കാലമാണ്.
അത്രയും നല്ലൊരു കാലം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നത് സംശയകരമാണ്. ഒരു വലിയ കഥയെഴുത്തുകാരനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കഥയാണ്. കഥയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലേ? സൗകര്യം കിട്ടിയാൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളിനെക്കുറിച്ചൊരു കഥ ഉണ്ടാക്കി പറയില്ലേ? നമ്മൾ വേറൊരു കൂട്ടുകാരനെ കുറിച്ച് ആ കഥയിൽ എപ്പോഴും അവൻ മണ്ടനും കഥ പറയുന്നത് നമ്മൾ മിടുക്കനുമായിരിക്കും, അല്ലേ? വേറൊരാളുടെ മണ്ടനാക്കാനാണല്ലോ നമ്മൾ കഥ പറയുന്നത്. അപ്പോൾ ഈ കഥ പറച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശേഷിയുണ്ട് മനുഷ്യന്. അതുകൊണ്ടാണ് കോഴിക്കോട് മുട്ടായിത്തെരുവിൽ ആരുടെ പ്രതിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും നേതാക്കളുടെയും അല്ല, പിന്നെ ആരുടെയോ? എസ് കെ പൊറ്റക്കാട്ടിൻ്റെ പ്രതിമയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ 100 പ്രതിമകളുണ്ട്, ആളുകളുടെ വ്യക്തികളുടെ പ്രതിമകൾ 100 എണ്ണം. ആ 100 എണ്ണത്തിൽ മിക്കവാറും കവികളുടെയും എഴുത്തുകാരുടെയും ഒക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മെൻ്റെയാണ്. മഹാത്മാഗാന്ധിയുടെ 8 പ്രതിമയുണ്ട്, അതുപോലുള്ള ആൾ. അപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളിലും അവരുടെ കഥാകാരന്മാരെ, അവരുടെ എഴുത്തുകാരുടെ പ്രതിമകളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. സത്യത്തിൽ രാജ്യത്തിന് പ്രയോജനം ചെയ്യുന്ന ബിസിനസ്സുകാരുടെ പ്രതിമകളാണ് വയ്ക്കേണ്ടത്, ഇല്ലേ? അവരല്ലേ പണമുണ്ടാക്കുന്നത്, നമ്മുടെ നാട് തകർന്നു പോകാതെ പിടിച്ചു നിർത്തുന്ന മാർക്കറ്റിനെ. എങ്കിലും നമ്മൾ നമ്മളോട് കെട്ടുകഥകൾ പറയുന്നവരെ, ഈ സത്യത്തിൽ ഈ എഴുത്തുകാരെഴുതിയ ഒരു കഥയും സത്യമല്ല, ആണോ? മുഴുവൻ കള്ളക്കഥയാണ്, ഇല്ല കഥയാണ്, അല്ലേ? എം മുകുന്ദൻ എഴുതിയതൊക്കെയും എം മുകുന്ദൻ ഉണ്ടാക്കി കഥകളാണ്, അല്ലേ? ഇല്ലാത്ത കഥകൾ പറയുന്നു. പക്ഷേ ഇല്ലാത്ത കഥകളുടെ ശക്തി അതാ. അതായത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഒന്ന് ആശ്വസിക്കാനോ അതിനെ വ്യാഖ്യാനിക്കാനോ നമ്മൾ കഥയെ അഭയം പ്രാപിക്കും. The discussion centered on the art of storytelling, with M. Mungandan offering insights from a novelist's creative perspective and P.K. Rajashegaran exploring it through the lens of a literary critic. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്നുള്ള നോവല് അതിൻ്റെ പൂർണ്ണ രൂപത്തിലല്ല എൻ്റെ തലയിൽ ജനിച്ചത്, കേട്ടോ. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും എഴുത്തുകാരൻ്റെ മനസ്സിൽ നോവൽ പൂർണ്ണമായിട്ട് ജനിക്കുന്നത്. അങ്ങനെയല്ല. എൻ്റെ മനസ്സിലത് എനിക്ക് ചെറിയ പ്രായത്തിൽ 14 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതെൻ്റെ മനസ്സിലിങ്ങനെ ജനിക്കുകയാണ്. കഥയായിട്ടും സംഭാഷണങ്ങളായിട്ടും ദൃശ്യങ്ങളായിട്ടും ഒക്കെ ഉണ്ടല്ലോ, കഥാപാത്രങ്ങളായിട്ട് ഇതിങ്ങനെ ജനിക്കുകയാണ് തലയിൽ കൂടെ അപൂർണമായിട്ട്. അപ്പം ഉദാഹരണമായിട്ട് അതിൽ ചന്ദ്രിക എന്നുള്ള ഒരു കഥാനായികയുണ്ട്. അവൾ ആദ്യം ജനിക്കുന്നത്, എൻ്റെ തലയിൽ ജനിക്കുന്നത് പാദസരത്തിൻ്റെ രൂപത്തിലാണ്. ഞാൻ അവളെ ആദ്യം കാണുന്നത്, എൻ്റെ മനസ്സിൽ കാണുന്നത് അവൾ കാലുകളിൽ അണിഞ്ഞിട്ടുള്ള പാദസരമാണ്, പാദസരത്തിൻ്റെ ശബ്ദവുമാണ്. അങ്ങനെ പിന്നെ കഥാപാത്രങ്ങൾ പല രൂപത്തിൽ അവരുടെ പല പ്രായത്തിൽ ഇങ്ങനെ അതാണ് തലയിൽ ജനിക്കുന്നത്. ഇതെല്ലാം കൂടി ബഹളം വെക്കുന്ന ഒരു ഘട്ടം വരും, കേട്ടോ. ഇങ്ങനെ സംഭാഷണങ്ങൾ, ദൃശ്യങ്ങൾ, കഥകൾ, ഉപകഥകൾ ഇതൊക്കെ മനസ്സിലിങ്ങനെ അങ്ങനെ വളർന്നു വന്ന് ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നെ ഇവരെല്ലാം കൂടി ഒന്നിച്ച് നിലവിളിക്കാൻ തുടങ്ങും. ഞങ്ങളെ പുറത്തു കൊണ്ടുവരൂ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഉള്ളിൽ കിടന്ന് നിലവിളിക്കുന്നൊരവസരം വരും. അപ്പോൾ 14 വയസ്സ് മുതൽ ഞാനിങ്ങനെ കഥാപാത്രങ്ങളെയും കഥയും ചുമന്ന് നടക്കുകയായിരുന്നു. The event became even more engaging as the luminaries interacted with the students, inspiring them with their wisdom and passion for literature.